കയറില്ല ഇങ്ങനെ. ഓക്കെ. ഞാൻ ചോദിക്കുന്ന ഇതാണ്. അപ്പോൾ പാസ്റ്റർ, അപ്പോൾ ഇന്നലെ യേശുക്രിസ്തുവിൻ്റെ ശരീരം ക്രിയേറ്റഡ് ആണോ എന്ന് ചോദിച്ചപ്പോൾ ക്രിയേഷൻ അല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിന് ഒരാരംഭമുണ്ടോ? ഇനി ക്രിയേറ്റഡ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പിന്നെ ദൈവമല്ലാതെ വേറെ ഒന്നും ക്രിയേറ്റഡ് ആയിട്ട്, ദൈവമല്ലാത്ത എല്ലാം ക്രിയേറ്റഡ് ആണ്, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് വചനം ജഡമായി തീർന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കേണ്ടി വരില്ല, അങ്ങനെയാണെങ്കിൽ വചനം ട്രാൻസ്ഫോം ചെയ്താണ് ജഡമായി തീർന്നത് കൊണ്ടാണ് ക്രിയേറ്റഡ് അല്ല എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഉള്ള ജഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പൂർവ്വ അസ്തിത്വത്തിൽ അത് വചനമായിരുന്നു. അതിപ്പോൾ മാറി അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്ത് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്ത് ജഡമായി തീർന്നു. ആ അർത്ഥത്തിലാണ് ക്രിയേറ്റഡ് അല്ല എന്ന് പറയുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരില്ലേ? അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടോ യേശുക്രിസ്തുവിൻ്റെ ശരീരം ക്രിയേറ്റഡ് അല്ല എന്ന് പറയുന്നത്? വേറെ ഏതെങ്കിലും അർത്ഥത്തിലാണോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ആദമിനെ ക്രിയേറ്റ് ചെയ്തതാണ്, അതേസമയം എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് ദൈവം ക്രിയേറ്റ് ചെയ്തതാണെന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചതാണെന്നുള്ള അർത്ഥത്തിലും പറയാം. പക്ഷേ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമല്ലാത്തതെല്ലാം ക്രിയേറ്റഡ് ആണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ പാസ്റ്റർ ഏതർത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ശരീരത്തിനൊരു ആരംഭമുണ്ടോ? ഇല്ലെങ്കിൽ ആരംഭം ഉണ്ടാവാം, പക്ഷേ അതൊരു എന്താ പറയുക, ഒരു ക്രിയേറ്റഡ് അല്ല എന്ന് ചിന്തിക്കുമ്പോൾ ക്രിയേറ്റഡ് അല്ലാത്തത് ദൈവമാണ്. ആ ദൈവത്തിന് ട്രാൻസ്ഫോം സംഭവിച്ച് ചേഞ്ച് സംഭവിച്ച് ജഡമായി തീർന്നു എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ പോകേണ്ടി വരില്ലേ? ഇതൊക്കെയാണ് എൻ്റെ ക്വസ്റ്റ്യൻസ്. താങ്ക് യു. എത്ര നേരമായി റൂമിൽ വന്നിട്ട്? ഞാൻ ഉത്തരം പറഞ്ഞിരുന്നു. ഇപ്പൊ വന്നേ ഉള്ളോ? ഞാൻ ഇന്നലത്തെ അത് കേട്ടിരുന്നു. ഈ റൂമിൽ അധികം സമയം ഞാൻ ഉണ്ടായിരുന്നില്ല. 10 മിനിറ്റ് മുമ്പ് വന്നിരുന്നോ? ഇല്ല. 10 മിനിറ്റ് കൂടുതലായെന്നാണ് എൻ്റെ ഒരു ചിന്ത. എനിക്ക് ഉറപ്പില്ല. ഞാന് എന്റെ അരികിൽ ചോദിച്ച ഈ ചോദ്യത്തെ നന്നായിട്ട് തോമാച്ചൻ ബ്രദർ ചോദിച്ചിരുന്നു. നല്ലൊരു ചില പോയിന്റുകളോടെ ചോദിച്ചിരുന്നു. അത് ഞാൻ ആവർത്തിക്കാം ഇപ്പോൾ വന്നിരിക്കുന്നവർക്ക് വേണ്ടി. ഒരു വലിയ തെറ്റിദ്ധാരണ മാറണം. അതായത് യേശുവിലെ ഒരു കാര്യവും സൃഷ്ടിയല്ല. സൃഷ്ടിയല്ലാത്തവൻ എന്ന് പറയുന്നത് യേശുവിലെ ദൈവത്വത്തെ പറ്റി അല്ലല്ലോ. നിക്കായൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ പറയുന്നത് പിതാവിൽ നിന്നുള്ളവനും എന്നാൽ സൃഷ്ടിയല്ലാത്തവനും എന്ന് പറഞ്ഞ ഏതായാലും ദൈവത്തെ പറ്റിയല്ല, മനുഷ്യനെ പറ്റിയാണ്. അപ്പോ അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ മതി, ആ വാക്ക് പിന്നെ ആവശ്യമില്ല. സൃഷ്ടിയല്ലാത്തവനും എന്നൊരു പദം പിന്നെ വേണ്ട, കാരണം ദൈവ സൃഷ്ടി അല്ലല്ലോ. ക്രിസ്തുവിലെ ദൈവത്വ സൃഷ്ടിയല്ല. ക്രിസ്തുവിലെ ദൈവത്വവും മനുഷ്യത്വവും സമജ്ജ സമ്മേളനമാണ്. സമ്പൂർണതയിൽ അങ്ങനെയാണ്. അതിന് ബിഗിനിങ്ങും ഇല്ല അവസാനവും ഇല്ല. അതിന്റെ കാരണം പറയാം. അതാണ് മുമ്പേ ഞാൻ പറഞ്ഞത്. അത് എളുപ്പമാണ് കാര്യം ഗ്രഹിക്കാൻ, വളരെ എളുപ്പം. ഇത്രയും സങ്കീർണതയിലേക്കൊന്നും പോകേണ്ടതില്ല. വചനം കൃത്യം തരാം. അതാണ് ഞാൻ പറഞ്ഞത്. കർത്തൃപ്രാർത്ഥന, പ്രയർ ഓഫ് അവർ ലോർഡ്. കർത്തൃപ്രാർത്ഥന എന്ന് പറയുന്നത് സ്വർഗസ്ഥനായ പിതാവേ അല്ല യഥാർത്ഥ കർത്തൃപ്രാർത്ഥന. അത് ശിഷ്യന്മാർ പഠിച്ച പ്രാർത്ഥനയാണ്, ക്രിസ്തുവിൽ നിന്ന് കർത്താവ് പഠിപ്പിച്ചാണ്. കർത്തൃപ്രാർത്ഥന ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 17 ആണ്. എന്താണ് കർത്തൃപ്രാർത്ഥന? അത് ഗെത്സമനയിലെ പ്രയർ ആണ്. ആ പ്രയറിൽ കർത്താവ് പറയുന്നത്, യേശു പറയുന്നത്, പിതാവേ, ലോകാരംഭത്തിന് മുമ്പ്, യാക്കോബ് എപ്പോഴും പറഞ്ഞൊരു വചനം, നിന്റെ അടുക്കൽ എനിക്കുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളണം. ആ മഹത്വം എന്തായിരുന്നു? ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാത്ത ആ മഹത്വം, അതിലേക്ക് കൈക്കൊള്ളണം. പക്ഷെ നമുക്ക് കൊലോസ്യ ലേഖനത്തിലെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഫിലിപ്പ് ലേഖനം 2:4 ആ ഒരു വചനം കൊണ്ട് മാത്രം അതിന്റെ സമ്പൂർണ്ണത കിട്ടത്തില്ല. എന്തായിരുന്നു ക്രിസ്തുവിന്റെ അന്നത്തെ ഭാവം? അവിടുന്ന് എങ്ങനായിരുന്നു ആലോചിച്ച് നമുക്ക് കിട്ടത്തില്ല. ഈ ആലോചിച്ചധികം പോരുത്. കാരണം അറിയോ, ആലോചിച്ച് പോകുമ്പോഴാണ് ഗ്രീക്ക് ഫിലോസഫിയും റോമൻ ചിന്തകളും കയറി വന്ന്, അല്ലെ ഇന്ത്യയിലെ അവതാര കഥകളും കൂടെ കയറി വന്ന് നമ്മളെ മറ്റൊരു നിലയിലാക്കും. അപ്പം ഇത് മൂന്നും അങ്ങ് വിടാം. ഭാരതീയ ചിന്തയിലെ, തത്വചിന്തയിലെ അവതാര കഥകള്, റോമൻ ചിന്തകള്, ഗ്രീക്ക് ചിന്തകള്. അപ്പോ കാരണം ഈ ഗ്രീക്ക് ചിന്തകളുടെ മീതയാണ്, അല്ലെ ഗ്രീക്ക് ചിന്തകളെ വെച്ച് ഒട്ടിച്ചു പോകുകയല്ല, ഗ്രീക്ക് ചിന്തകൾക്ക് മീതയാണ് ഗോസ്പൽ ചെന്ന് അതിന്റെ ചിന്താധാരകളെ സ്ഥാപിച്ചെടുക്കുന്നത്. അപ്പൊ അവിടേക്ക് വരാം. ഈ ലോകാരംഭത്തിന് മുമ്പ് ഉള്ള മഹത്വത്തിൽ എന്നെ ചേർക്കണം. തിരിച്ച് എനിക്കുള്ളതെല്ലാം അങ്ങേക്കുള്ളതാണ്. നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ പരിശുദ്ധ പിതാവേ, നമ്മൾ ഒന്നായിരുന്നു, അതിലേക്ക് എന്നെ ആക്കണം.
അപ്പൊ യേശു മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാണല്ലോ ഇതിലേക്ക് പോകുന്നത്. അപ്പൊ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോയ ക്രിസ്തുവിൽ മനുഷ്യത്വം ഉണ്ടല്ലോ, ഇല്ലാതെ എവിടെ ഉപേക്ഷിച്ചു എന്ന് പറയണം. മനുഷ്യത്വം ഉണ്ടല്ലോ, മനുഷ്യത്വം ഇല്ലെന്ന് വാദിക്കുന്നവരുണ്ട്. ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ യേശുവിൽ എക്കാലത്ത് കൊണ്ടായിരുന്നു എന്നാണ് ഞാൻ സ്ഥാപിക്കുന്നത്. അപ്പൊ ഈ യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇപ്പോൾ പിതാവിന്റെ മഹിമയുടെ വലതുഭാഗത്തിരുന്നു. എങ്ങനെയാണെന്നറിയണ്ടേ? സകല നാമത്തിനും മേലായ നാമം നൽകി ദൈവനെ ഉയർത്തി. ഉയർത്തിയ ക്രിസ്തുവിലും മനുഷ്യപുത്രനോട് സമനായ ഒരുവനെ നമ്മൾ കണ്ടു, സംസാരിക്കുന്നതായിട്ട് കണ്ടു. എവിടെയാണ്? വെളിപ്പാട് പുസ്തകത്തിൽ. അപ്പോൾ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കണ്ട തേജോമയനായ ക്രിസ്തുവിന്റെ ഭാവത്തിലേക്ക് ക്രിസ്തു തിരിച്ചു ചെന്ന് ഇന്ന് പിതാവിന്റെ മഹിമയുടെ വലത്തുഭാഗത്തിരുന്ന് മധ്യസ്ഥം വഹിക്കുകയാണ്. തന്റെ ദാസന്മാർ രാപ്പകൽ അവനെ കാണും നിത്യതയിൽ. അപ്പം നമ്മൾ മുൾമുടി ധരിപ്പിച്ചു വിട്ടവനെ തേജോരൂപിയായി കാണും. ഇന്ന് ആ മഹത്വത്തിൽ ചെന്നു. അത് നിങ്ങളും ഞാനും കണ്ണിക്കുന്നില്ല. കാരണം എന്താ? ലോകാരംഭത്തിന് മുമ്പുള്ള മഹത്വത്തിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ആ സ്റ്റാറ്റസ്, ആ പദവി, ആ ഭാവം അതെങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ലോകസ്ഥാപനത്തിന് മുമ്പിരുന്ന അവസ്ഥ തന്നെയാണോ ഇപ്പോഴത്തെ അവസ്ഥ? വ്യത്യാസമാണോ? രണ്ടാണെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ഇപ്പോഴുള്ള അവസ്ഥ തന്നെയാണ് ലോകസ്ഥാപനത്തിന് മുമ്പുള്ള അവസ്ഥ. അല്ലെ പിന്നെ ആ പ്രയർ വ്യക്തമാണ്, അത് വൈരുദ്ധ്യമായിട്ട് വരും. അവിടെ കോൺട്രവേഴ്സി പറ്റില്ല. അപ്പൊ ക്രിസ്തു ഇന്ന് ഇരിക്കുന്ന ഇടമായ പിതാവിന്റെ മഹിമയുടെ വലത്ത് ഭാഗത്ത് ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നുവോ അത് തന്നെയായിരുന്നു ലോകസ്ഥാപനത്തിന് മുമ്പ്. അപ്പൊ ഈ അവസ്ഥയിലേക്ക് ചിന്തിച്ചാൽ ഒരു കാര്യം മനസ്സിലാകുന്നു. ഇപ്പോൾ ക്രിസ്തുവിൽ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പണ്ടും ആ രണ്ട് യൂണിയനും ഉണ്ട്. അതും ഇറ്റേണലാണ്. ചുരുക്കി പറഞ്ഞാൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്ന ത്രിയേക സത്യത്തിലെ ദൈവപുത്രൻ എന്നും മനുഷ്യപുത്രനാണ്, എന്നും ദൈവപുത്രനാണ്, എന്നും ഹൈപ്പോസ്റ്റാറ്റിക് നേച്ചറുണ്ട്, ഇറ്റേണലാണത്. വന്ന വഴിക്ക് കിട്ടിയ ഒന്നല്ലത്, അല്ലെങ്കിൽ ഭൂമിയിൽ വന്നപ്പോൾ എടുത്ത ഒന്നും അല്ലത്. മറിച്ച് എവിടെയാണ് ഞങ്ങൾ പറയുന്ന വാദം വളരെ ശക്തിയോടെ പ്രൂവൺ ആകുന്നത്? എങ്ങനെയാണ്? ഈ രണ്ട് നേച്ചർ ഒരുപോലുള്ളവൻ താഴേക്കിറങ്ങുന്നു, മറിയിൽ ഉരുവം ചെയ്യുന്നു, അല്ലെ രൂപപ്പെട്ടു വരുന്നു. രണ്ട് നേച്ചറും ദൈവത്തിൽ നിന്നാണ്. മറിയിൽ നിന്ന് എടുക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാ? പറയാം. ഞാനും നിങ്ങളും മറിയയും സകല മനുഷ്യരും മനുഷ്യരാണ്. ഏതർത്ഥത്തിൽ? പരിമിതികളുള്ള മനുഷ്യരാണ്. പരിമിതികൾ, ലിമിറ്റഡാണ്. ചിന്ത, നമ്മുടെ വ്യവഹാരങ്ങൾ, ഇടപാടുകളെല്ലാം പരിമിതമാണ്. ഇവിടെയാണ് ഈ ആളുകൾക്ക് വലിയ തെറ്റുപറ്റുന്നത്. എവിടെ? എന്നെയും നിങ്ങളെയും പോലെ യേശുവിനെ സങ്കല്പിക്കരുത്. കാരണം യേശു പെർഫെക്റ്റ് മേൻ ആണ്. പെർഫെക്റ്റ് മേൻ എന്നെ പോലല്ല, നിങ്ങളെ പോലല്ല. പെർഫെക്റ്റ് മേൻ പക്ഷെങ്കിൽ എന്നെയും നിങ്ങളെയും പോലെ സദൃശ്യനായി. അപ്പൊ ഒരാൾക്ക് വിസിബിലിറ്റി ആ സാദൃശ്യം തന്നെയാണെങ്കിലും ആ ഇന്നർ കോർ എന്ന് പറയുന്നത് സമ്പൂർണ്ണ മനുഷ്യൻ്റെതാണ്. സമ്പൂർണ്ണ മനുഷ്യൻ്റെത്. അവിടെ ഒരു കളങ്കവും ഇല്ല. അങ്ങനെ ഒരാളും ലോകത്തില്ല. അപൂർണതയിൽ നിന്ന് പൂർണ്ണത ഉണ്ടാവില്ല. അതായത് മറിയിൽ നിന്ന് സമ്പൂർണ്ണ മനുഷ്യന് ജനിക്കാൻ പറ്റില്ല. അത് പിതാവ് കൊടുത്തേ പറ്റൂ. സദ്ഗുണ സമ്പൂർണന് മാത്രമേ പൂർണ്ണത, പ്ലെറോമ, ആ അളവിൽ ആക്കാൻ പറ്റൂ. മറിയയ്ക്കും പറ്റില്ല, ലോകത്താർക്കും പറ്റില്ല. അതിന്റെ കാരണം സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും വലിയ മനുഷ്യൻ യോഹന്നാനാ, മറിയ പോലും അല്ല. മാത്രമല്ല സകല മനുഷ്യരും പാപികൾ, അതിൽ യേശു ഒഴികെ ആരും പരിശുദ്ധനില്ല. ഈ